एमटी मारो एमटी അടുത്തതായി MSM ബാലവേദി ക്യാപ്റ്റൻ ഖലീൽ നമ്മളോട് രണ്ട് വാക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അമീൻ വഅലാ ആലിഹി അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട എന്റെ ശബ്ദം ശ്രവിക്കുന്ന നാട്ടുകാരെ, മാതാപിതാക്കളെ, ഗുരുനാഥന്മാരെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. നമ്മുടെ MSM സംഘടിപ്പിച്ച പദയാത്ര, ലഹരി വിരുദ്ധ പദയാത്രയിൽ നിന്നാണ് നിൽക്കുകയാണ് ഞങ്ങൾ. ഈ പ്രദേശം മുസ്ലിങ്ങൾ തിങ്ങി നിൽക്കുന്ന ഈ പ്രദേശത്ത് ധാരാളം പള്ളികളും അതിനനുസരിച്ച് മതപഠന സംഘടനകളും പിന്നെ ധാരാളം ദിവസവും മതപ്രഭാഷണവും നടക്കുന്ന ഈ പ്രദേശത്ത് ലഹരി വിരുദ്ധ പദയാത്ര എന്നത് നാം ആലോചിക്കാത്തതിനപ്പുറത്താണ്. അറിവിന്റെയും സാങ്കേതികതത്തിന്റെയും കുതിച്ചുള്ള ചാട്ടത്തിൽ മനുഷ്യരാശി ഇന്ന് മായിക ലോകത്താണ്. ഇന്ന് നമ്മുടെ സ്കൂൾ തുറക്കുമ്പോൾ നാം എല്ലാം ഒരുക്കം ചെയ്തു കഴിഞ്ഞു. ഇനി ഓരോ ഒരുക്കത്തിനും നാം എല്ലാ കാര്യങ്ങളും നാം ചെയ്തു കഴിഞ്ഞു. ബുക്കുകൾ, പുസ്തകങ്ങൾ വാങ്ങി, എഴുതി ചേർക്കാൻ പുസ്തകങ്ങൾ, സ്കൂളിലേക്ക് പോകാൻ സൈക്കിൾ, റെയിൻകോട്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നാം വാങ്ങിക്കഴിഞ്ഞു. ഇവിടെ ഈ ലഹരിക്കെതിരായി ഇവിടെ നിൽക്കുന്ന എല്ലാ പിഞ്ചു കുഞ്ഞുങ്ങളും ഇപ്പോൾ ലഹരിക്കടിമയായിട്ടാണ് ജീവിക്കുന്നത്. മദ്യപിച്ച് ക്ലാസ്സിലേക്ക് കയറി വരുന്ന 7ാം ക്ലാസ്സുകാരനും ലഹരി പുകവലിക്കാത്തതിന്റെ പേരിൽ കൂട്ടുകാരനെ മർദ്ദിക്കുന്ന 9ാം ക്ലാസ്സുകാരനും പിന്നെ 200 രൂപ ദിവസവും വാങ്ങി 10ാം ക്ലാസ് 200 രൂപ ദിവസവും വാങ്ങി പാൻ മസാല കൈ അകത്താക്കുന്ന 10ാം ക്ലാസ്സുകാരനും ജീവിക്കുന്ന സമൂഹമാണ് നമ്മുടേത്. പിതാവ് മദ്യപിച്ചും പുകവലിച്ചും വരുന്ന വീട്ടിലേക്ക് അത് കണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അതിനെ വഴിയാവുകയാണ്. എല്ലാം തികഞ്ഞെന്ന് കരുതി ഈ ഓരോ കാര്യങ്ങൾ ലഹരി നല്ലതാണെന്ന് വിചാരിച്ച് ഇവിടുത്തെ കുഞ്ഞുങ്ങളും വലിയ ആൾക്കാരുമെല്ലാം ലഹരിക്കടിമയായിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. എന്നാൽ MSM എന്ന നിലയിൽ MSM ബാലവേദി സംഘടിപ്പിച്ചത് ഇതിനെ എതിർക്കാൻ തന്നെയാണ് ഈ പദയാത്ര എഴുന്നള്ളിയത്. ഞാൻ ഇവിടെ ഇപ്പോൾ കുറെ ധാരാളം ലഹരി അടിമയായി ജീവിക്കുന്ന പല വ്യക്തികളും നമുക്കിവിടെ കാണാം. വീട്ടിൽ നിന്ന് ഇറക്കി പറഞ്ഞയച്ച മക്കളെയും പിതാവിനെയും ഇവരെല്ലാം ഓരോ ലഹരി അതിനെതിർത്തി നിന്നാൽ വീട്ടിലേക്ക് കയറ്റി ഒന്ന് മതി, ലഹരി ഒഴിവാക്കി. നാം ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ ഒരു ദിവസം ലഹരി ഒഴിവാക്കി, അങ്ങനെ ദിവസേന ലഹരി പദാർത്ഥങ്ങൾ നാം ഒഴിവാക്കി നിന്നാൽ നമ്മുടെ ലഹരി നാം അതിനെതിർത്ത് പിന്നെ ലഹരി ഉപയോഗിക്കുന്നവരെ നാം അവരോട് പറഞ്ഞ് നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് നാം അവരോട് ഉപദേശിക്കുകയാണ്. കൂട്ടുകാരൻ പറയും, നീ ലഹരി ഉപയോഗിക്കരുത്, നീ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിനക്ക് അല്ലാഹുവിന്റെ അരികിൽ നിന്ന് ശിക്ഷ ലഭിക്കും, നീ ഇതിന് അല്ലാഹുവിനോട് ഉത്തരം പറയുമെന്ന് പറയും. എന്നാലും ലഹരി കടിമയായി ജീവിക്കുന്ന ഒരു വ്യക്തി അത് കേൾക്കാതെ ലഹരിയിൽ മുഴുകി തന്നെ നിൽക്കുമ്പോൾ അവന്റെ കാര്യം
പരലോകത്ത് വെച്ച് അവനോട് ചോദിക്കും, അല്ലാഹു നിന്നോട് പറഞ്ഞിട്ടുണ്ടോ നിന്റെ സുഹൃത്തിന് ഇതിന് കൂട്ടുനിൽക്കരുതെന്ന്? എന്നാൽ നിനക്കിവിടെ സ്ഥാനമില്ല, നിനക്കൊരു സ്ഥാനമുണ്ട്, നരക ശിക്ഷ. അത് നമ്മൾ ഭയക്കണം. സുഹൃത്തുക്കളെ, ഞാനീ പറയുന്നത് അങ്ങ് ദൂരെ ന്യൂയോർക്കിന്റെയും പാരീസിന്റെയും രാത്രികളിൽ കുടിച്ചും മദ്യപിച്ചും ആനന്ദം കണ്ടെത്തുന്ന മൂന്നാം കിട തമ്മാടി കൂട്ടരെ കുറിച്ചല്ല. നമ്മോടൊപ്പം കളിച്ചും ഫുട്ബോളും ക്രിക്കറ്റും കളിച്ച് നമ്മോടൊപ്പം ക്ലാസുകളിൽ തമാശ പറയുന്ന സുഹൃത്തുക്കളെ കുറിച്ച് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. നാം ഓരോരുത്തരും വിചാരിച്ചാൽ ഇത് ഒഴിവാക്കുകയും മറ്റുള്ളവരെ ഒഴിവാക്കാൻ ശ്രമിക്കുകയും കഴിയുമെന്ന കാര്യം തീർച്ച തന്നെ. അതിനുവേണ്ടി നാം ഇറങ്ങി പുറപ്പെടുക. ഓരോരുത്തരും വിചാരിക്കുക, എനിക്ക് ഈ ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കണം, ഞാൻ ഇതിന് ഇനി കൂട്ടുനിൽക്കല്ല. അങ്ങനെ ഓരോരുത്തരും വിചാരിച്ചാൽ നമ്മുടെ വീട് ശാന്തമാകും, നമ്മുടെ പരിസരം ശാന്തമാകും, പിന്നെ നമ്മുടെ സമൂഹം ശാന്തമാകും. ഇത് തന്നെ മതി നാം ഓരോ സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന്. അല്ലാതിരുന്നാൽ അള്ളാഹുവിന്റെ അരികിൽ നിന്ന് നരകശിക്ഷ ഉറപ്പാണെന്ന കാര്യം ഓരോ മുസ്ലിങ്ങളും അതെല്ലാം എല്ലാവരും ആലോചിക്കേണ്ടതാണെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. എന്റെ ഈ പ്രസംഗം, കൊച്ചു പ്രസംഗം ഞാൻ ഇവിടെ അവസാനിക്കുന്നു. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്ൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി MSM ബാലവേദി വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ പദയാത്രയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. ഡിവിഷന്റെ കീഴിൽ ലഹരിക്കെതിരെ പദയാത്ര നടത്തുകയാണ്. MSM കുടിച്ചിറ ഡിവിഷൻ ബാലവേദിയുടെ വൈസ് ക്യാപ്റ്റൻ മുജാഹിദിനെ ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചുള്ളൂ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويسألونك عن الخمر والميسر قل فيهما إثم كبير ومنافع للناس وإثمهما أكبر من نفعهما. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നാട്ടുകാരെ, രക്ഷിതാക്കളെ, ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മുടെ കുട്ടികൾ ഒരുങ്ങുകയാണ്. അവരെ പഠിപ്പിക്കാൻ വേണ്ടി നല്ല ചിലവിൽ പഠനോപകരണങ്ങളും വസ്ത്രവും നൽകി അവരെ പ്രാർത്ഥനയോടെ അയക്കുന്നു. എല്ലാം തികഞ്ഞെന്ന് കരുതി നമ്മൾ സമാധാനിക്കുന്നു. എന്നാൽ സമീപകാല സംഭവങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കില്ലെങ്കിൽ അതിന് നമ്മൾ വലിയ വില തന്നെ നൽകേണ്ടി വരും. നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്ന ലഹരി ഉപയോഗവും അതിന്റെ റാക്കറ്റിൽ അകപ്പെടുന്നത് നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളാണ്. എന്തെല്ലാം വസ്തുക്കളിൽ നിന്ന് ലഹരി കണ്ടെത്താമോ അതെല്ലാം ഈ കുട്ടികൾ മനസ്സിലാക്കിയിരിക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويسألونك عن الخمر والميسر قل فيهما إثم
كبير ومنافع للناس وإثمهما أكبر من نفعهما. നബിയെ, നിന്നോട് അവർ ചൂതാട്ടത്തെയും മദ്യത്തെയും പറ്റി ചോദിക്കുന്നു. അവ രണ്ടിലും ശുരൂതമായ അഥവാ വലിയ പാപമുണ്ട്. ജനങ്ങൾക്ക് ചില പ്രയോജനങ്ങളുമുണ്ട്, എന്നാൽ അതിലേറെ ജനങ്ങൾക്ക് അതിൽ ഉപദ്രവമാണ് ഉള്ളത്. ഒരു നബി വചനമുണ്ട്. قال رسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മുസ്കരിൻ ഖംറിൻ വകുല്ലു ഖംറിൻ ഹറാമിൻ. ലഹരി ഉണ്ടാക്കുന്നത് എല്ലാം ഖംറാകുന്നു, അഥവാ എല്ലാം കള്ളാകുന്നു. എല്ലാ ഖംറും നിഷിദ്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖംറും ഹറാമാക്കിയിരിക്കുന്നു. ജാഗ്രത പാലിച്ചില്ലെങ്കിൽ നാളെ നമ്മുടെ മക്കളും ഈ വഴിക്കു തന്നെ സഞ്ചരിച്ചേക്കാം. നമ്മൾ നല്ല വഴിക്ക് നിന്നുകൊണ്ട് മദ്യപാനം, പുകവലി എല്ലാം നിർത്തിവെച്ചുകൊണ്ട് വീട്ടിൽ വെച്ച് തന്നെ മാതൃക സൃഷ്ടിക്കുക. ഇരുളിനെ സ്നേഹിക്കുന്ന കൂട്ടുകെട്ടിൽ നിന്ന് അവരെ തടയുക. സൂറത്തുൽ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറയുന്നുണ്ട്. ഒരാൾ കൈ കടിച്ചുകൊണ്ട് പറയുന്നു, പഠിച്ചവനെ ഇങ്ങനെ ഒരാളെ കൂട്ടുകാരനായി സ്വീകരിച്ചതിനാണല്ലോ എനിക്ക് ഈ ശിക്ഷ എന്ന് പറയുന്ന ഒരു ഗതികേട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖുർആനിൽ വിശദീകരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇപ്പോൾ നമ്മൾ പത്രമാധ്യമത്തിൽ വായിക്കുന്നത് അത്ര നല്ല വാർത്തകളല്ല. ഒരു മദ്യപിച്ച മനുഷ്യന് ഭാര്യയെന്നോ മകനെന്നോ മകളെന്നോ മാതാവെന്നോ പിതാവെന്നോ അനുജനെന്നോ ജ്യേഷ്ഠനെന്നോ ഒന്നുമില്ല. അവൻ എന്തും ചെയ്യും, കൊലപാതകം വരെ. ഇന്നലെ നമ്മൾ പത്രത്തിൽ വായിച്ചു, ഒരു മദ്യപിച്ച മനുഷ്യൻ തന്റെ മകളെ എത്രയോ വെട്ടുകൾ വെട്ടി. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കരൾ രോഗികൾ കൂടുതലാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മദ്യവും കൂടുതലാണ്. കത്തിയെരിയുന്ന ഒരു ലോകത്ത് തണൽ ലഭിക്കുവാൻ വേണ്ടി നമ്മൾ മക്കളെ മാർഗം കാണിക്കൂ ഈ വഴിയിലേക്ക്. സർവശക്തൻ രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ പോലെ തന്നെ ജീവിക്കാൻ വേണ്ടി തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين. السلام عليكم. ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ലഹരി വിരുദ്ധ പദയാത്രയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാം ഉണരുക നമ്മുടെ കുഞ്ഞുങ്ങൾ ആപത്തിന്റെ വക്കത്തി എന്ന സന്ദേശവുമായി MSM കുറ്റിച്ചിറ ഡിവിഷൻ ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ കുറ്റിച്ചിറ മേഖല ലഹരി വിരുദ്ധ പദയാത്രയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട എന്റെ വാക്കുകൾ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ മുസ്ലിങ്ങൾ തിങ്ങി നിൽക്കുന്ന ഈ പ്രദേശത്തും അതിനനുസരിച്ച് മതപഠന സംഘങ്ങളും പിന്നെ നമ്മുടെ ദിവസവും മതപ്രഭാഷണവുമുള്ള ഈ സമൂഹത്തിൽ ഇങ്ങനെയൊരു ലഹരി വിരുദ്ധ പദയാത്ര ആവശ്യമുണ്ടോ എന്ന കാര്യത്തിൽ വളരെ സംശയമുണ്ട്. എന്നാൽ അറിവിന്റെയും സാങ്കേതികത്തിന്റെയും കുതിച്ചുള്ള ചാട്ടത്തിൽ മനുഷ്യരാശി ഇന്ന് മായിക ലോകത്താണ്. കമ്പ്യൂട്ടറും നെറ്റും മൊബൈൽ ഫോണും ഇല്ലാത്തവർ ഇന്ന് ചുരുക്കം. പുതിയ അധ്യയന വർഷത്തിലേക്ക് നാം ഒരുങ്ങിക്കഴിഞ്ഞു. പുത്തൻ വസ്ത്രങ്ങളും പഠനോപകരണങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വിദ്യാലയത്തിലേക്ക് പോകാൻ സൈക്കിളും മയത്ത് ധരിക്കാൻ റെയിൻകോട്ടും അങ്ങനെയുള്ള നീറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇങ്ങനെയുള്ള ഈ വിദ്യാലയത്തിലേക്ക് പോകുമ്പോൾ നാം പുത്തൻ അറിവുകൾ മാത്രം നേടാനാണെന്നോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. നാം ഇവിടെ കാണുന്ന ദിവസവും പത്രമാധ്യമങ്ങളിൽ കാണുന്ന പത്രവാർത്തകൾ
നമ്മുടെ മദ്യപിച്ച് ക്ലാസ്സിലേക്ക് കയറി വരുന്ന 7ാം ക്ലാസ്സുകാരനും പിന്നെ പുകവലിക്കാത്തതിന്റെ പേരിൽ സുഹൃത്തിനെ മർദ്ദിക്കുന്ന 9ാം ക്ലാസ്സുകാരനും പിന്നെ ദിവസവും 200 രൂപ വാങ്ങി പാൽ മസാല കഴിക്കുന്ന 10ാം ക്ലാസ്സുകാരനും ജീവിക്കുന്ന സമൂഹമാണ് നമ്മുടേത്. ഇതൊക്കെ നാം ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഈ നാട്ടിൽ അടിമയായി ജീവിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും അവയെ നല്ല രീതിയിലേക്ക് മാറ്റിയെടുക്കേണ്ട കടമ കൂടിയാണ് MSM ബാലവേദി ഈ പാദയാത്ര അവതരിപ്പിച്ചത്. ഇപ്പോൾ ഈ വിവരം ആലോചിക്കാൻ പോലും പ്രായമാവാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ മൂത്ത സുഹൃത്തുക്കൾ ഇതിലേക്ക് വൈഞ്ഞാട്ടി കൂട്ടുകയും ലേലി മദ്യപിക്കുകയും പുകവലിപ്പിക്കുകയും ചെയ്യുന്ന ഈ കുഞ്ഞുങ്ങൾ പിന്നെ വലിപ്പം വെക്കുന്നതിനനുസരിച്ച് പുകവലിയും മദ്യപാനം മാത്രം തന്നെ അവരുടെ ജീവിതത്തിലായിരിക്കും. പിന്നെ അങ്ങനെ പിടിച്ചാൽ കിട്ടാത്ത ദൂരത്തേക്കായിരിക്കും അവരുടെ എഴുന്നള്ളൽ. എന്നാൽ ഈ പ്രായത്തിൽ തന്നെ ഈ കുഞ്ഞുങ്ങളെ നാം വളർത്തിയെടുക്കേണ്ട കടമയാണ് നമ്മുടേതെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുക. നമ്മുടെ ഈ സമൂഹത്തിൽ ഞാൻ ഇന്നലത്തെ പത്രവാർത്ത കണ്ടിരുന്നു. മദ്യപിച്ച് വീട്ടിൽ കയറി വന്ന് തന്റെ മകളെ വെട്ടി ധാരാളം വെട്ടുകൾ വെട്ടി ഈ കുട്ടിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പിതാവാണ് ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പിതാവിനെ കണ്ടായിരിക്കും മക്കളൊക്കെ ഇങ്ങനെ വളരുക. പിതാവ് മദ്യപിക്കുകയും പുകവലിക്കുകയും ചെയ്യുന്നത് കണ്ടാൽ ഈ കുട്ടികൾ വിചാരിക്കുക ഇത് നല്ലതാണെന്നും ഇത് ഇങ്ങനെ നിർബന്ധമാണെന്നും വിചാരിച്ച് ഇവർ ഇതിനെ കൂട്ടുനിൽക്കുക ചെയ്യും. എന്നാൽ അത് മാറ്റിയെടുക്കുക. ഞാൻ ഈ പറയുന്നത് അങ്ങ് ദൂരെ ന്യൂയോർക്കിന്റെയും പാരീസിന്റെയും രാത്രികളിൽ കുളിച്ചും മതിച്ചും ആനന്ദം കണ്ടെത്തുന്ന 3 കിട തമ്മാടി കൂട്ടങ്ങളെ കുറിച്ചല്ല. നമ്മോടൊപ്പം ഫുട്ബോളും ക്രിക്കറ്റും കളിക്കുന്ന, നമ്മോടൊപ്പം ക്ലാസുകളിൽ തമാശ പറയുന്ന നമ്മുടെ സുഹൃത്തുക്കളെ കുറിച്ച് തന്നെയാണ് ഇത് നാം പറയുന്നത്. നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് 14 പേര് ലേലിക്കടിമയായി ലേലി ഉപയോഗിച്ചതിൽ പിടിച്ചിക്കണേ. അതൊക്കെ നമുക്കറിയാം. എന്നിട്ടും ഇതിന് കൂട്ടുനിൽക്കുന്ന മനുഷ്യന്മാരെ നിങ്ങൾ ആലോചിക്കുക. ഇത് ലോകരക്ഷിതാവാണെന്നാവും പരലോകത്ത് വെച്ച് ഇതിനെന്തായാലും ചോദ്യം ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയം വേറെ വേണ്ട എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. നാം ഓരോരുത്തരും ആലോചിക്കുക. നാം ലേലി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ള കേട്
സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. MSM കുറ്റിച്ചിറ ഡിവിഷൻ ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ ഉണരുക, നമ്മുടെ കുഞ്ഞുങ്ങൾ ആപത്തിലാണ് എന്ന പ്രമേയവുമായി ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വരുന്നു. ഇതിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന ലഹരി വിരുദ്ധ പദയാത്രയാണ് നമ്മുടെ പ്രദേശത്ത് എത്തി നിൽക്കുന്നത്. നമ്മുടെ പ്രദേശത്ത് വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ ധാരാളം ലഹരി ഉപയോഗങ്ങൾ കാണപ്പെടുന്നു. ഈ ലഹരിക്കെതിരെ പ്രതികരിക്കാൻ നമ്മൾ ഈ ഒരു MSMന്റെ കൂടെ എല്ലാ നാട്ടുകാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ ഇവിടെ നമ്മുടെ MSM ബാലവേദിയുടെ വൈസ് പ്രസിഡന്റ് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നു. അദ്ദേഹത്തെ ആദ്യമായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ് വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഞാനിപ്പോൾ MSM സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു ലഹരി വിരുദ്ധ പദയാത്രയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. മുസ്ലിങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ പ്രദേശം. ചുറ്റും പള്ളികൾ, അതിനനുസരിച്ച് മതപഠന ക്യാമ്പുകൾ, ദിവസേന മതപ്രഭാഷണം. എന്നിട്ടും എന്തിന് നമുക്ക് ഒരു ലഹരി വിരുദ്ധ പദയാത്ര? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മൾ ഒരുങ്ങുകയാണ്. നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ നല്ല ചിലവിൽ പഠനോപകരണങ്ങളും വസ്ത്രവും നൽകി അവരെ അയക്കുന്നു. അവരെ പ്രാർത്ഥനയോടെ നമ്മൾ അയക്കുന്നു. എല്ലാം തികഞ്ഞെന്ന് കരുതി നമ്മൾ സമാധാനിക്കുന്നു. എന്നാൽ സമീപകാല സംഭവങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കില്ലെങ്കിൽ അതിന് നമ്മൾ വലിയ വില തന്നെ നൽകേണ്ടി വരും. നമ്മുടെ പ്രദേശത്തേക്ക് കടന്നു വരുന്ന ലഹരി ഉപയോഗവും അതിന്റെ റാക്കറ്റിൽ അകപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളാണ്. എന്തെല്ലാം വസ്തുക്കളിൽ നിന്ന് ലഹരി കണ്ടെത്താമോ അതെല്ലാം ഈ കുട്ടികൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിരി ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ വമനാഫിഉ ലിന്നാസ് വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ. നബിയെ, നിന്നോടവർ ചൂതാട്ടത്തെയും മദ്യത്തെയും പറ്റി ചോദിക്കുന്നു. അവ രണ്ടിലും സുരൂതമായ അഥവാ വലിയ പാപമുണ്ട്. ജനങ്ങൾക്ക് ചില പ്രയോജനങ്ങളുമുണ്ട്. എന്നാൽ അതിലേറെ ഉപദ്രവമാണ് ജനങ്ങൾക്ക് അതിനെ കൊണ്ടുള്ളത്. ഒരു നബി വചനമുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മുസ്കരിൻ ഖംറിൻ വകുല്ലു ഖംറിൻ ഹറാമിൻ. ലഹരി ഉണ്ടാക്കുന്നത് എല്ലാം ഖംറാകുന്നു, അഥവാ എല്ലാം കള്ളാകുന്നു. എല്ലാ ഖംറും നിഷിദ്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖംറും ഹറാമാക്കിയിരിക്കുന്നു. ജാഗ്രത പാലിച്ചില്ലെങ്കിൽ നാളെ നമ്മുടെ മക്കളും ഈ വഴിക്കു തന്നെ സഞ്ചരിച്ചേക്കാം. നല്ല വഴിക്കു നിന്നുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ മാതൃക സൃഷ്ടിക്കുക. ഇരുളിനെ സ്നേഹിക്കുന്ന കൂട്ടുകെട്ടിൽ നിന്ന് അവരെ തടയുക. പുകവലി മദ്യപാനം നിർത്തിക്കൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ മാതൃക സൃഷ്ടിക്കുക. ഇരുളിനെ സ്നേഹിക്കുന്ന കൂട്ടുകെട്ടിൽ നിന്ന് അവരെ തടയുക. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറയുന്നുണ്ട്, ഒരാൾ കൈ കടിച്ചുകൊണ്ട് പടച്ചവനെ ഇങ്ങനെ ഒരാളെ കൂട്ടുകാരനായി സ്വീകരിച്ചതിനാണല്ലോ എനിക്ക് ഈ ശിക്ഷ എന്ന് പറയുന്ന ഒരു ഗതികേട് അല്ലാഹു സുബ്ഹാനഹു
നമ്മൾ മാധ്യമങ്ങളിൽ വായിക്കാറുള്ളത് അത്ര നല്ല വാർത്തകളല്ല. ഒരു മദ്യപിച്ച മനുഷ്യനെ ഭാര്യയെന്നോ മകളെന്നോ അനുജനെന്നോ ജ്യേഷ്ഠനെന്നോ മാതാവെന്നോ പിതാവെന്നോ ഒന്നുമില്ല. അവൻ എന്തും ചെയ്യും, കൊലപാതകം വരെ. ഇന്നലെ നമ്മൾ പത്രത്തിൽ വായിച്ചു, ഒരു മദ്യപിച്ച മനുഷ്യൻ തന്റെ മകളെ എത്രയോ വെട്ടുകൾ വെട്ടി. നമ്മൾ ധാരാളം അധികവും മിക്ക ദിവസവും നമ്മൾ ഇങ്ങനെ ഓരോരോ വാർത്തകൾ പത്രമാധ്യമങ്ങളിൽ വായിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കരൾ രോഗികൾ കൂടുതലാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ, മദ്യപാനം, പുകവലി എല്ലാം കൂടുതലാണ്. ഇത് ഒരു മാതാവിന്റെ ചുമതലയാണ് സ്വന്തം മകനെയോ മകളെയോ നന്നാക്കേണ്ടത്. മാതാവോ പിതാവോ നന്നാക്കിയില്ലെങ്കിൽ ആ ദോഷം ആ മാതാവിനും പിതാവിനും തന്നെയാണ്. ആ കുട്ടികൾ ഇത് തന്നെ ഈ വഴിക്കു തന്നെ മദ്യപിച്ചും പുകവലിച്ചും കൊണ്ട് നടന്നാൽ അവർക്ക് ഈ മാതാപിതാക്കൾക്ക് ഈ കുട്ടികളെ പിടിച്ചാൽ കിട്ടിയെന്ന് വരില്ല. ഈ മാതാപിതാക്കൾ പറയുന്നത് ഒന്നും അനുസരിക്കില്ല ഈ കുട്ടികൾ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇങ്ങനെയുള്ള ഒരു സമൂഹമാണ് കെട്ടിപ്പൊങ്ങി വരുന്നത് ഈ നാട്ടിൽ കെട്ടിപ്പൊങ്ങി വരുന്നത്. കത്തിയെരിയുന്ന ഈ ലോകത്ത് തണൽ ലഭിക്കുവാൻ വേണ്ടി സ്വന്തം മക്കളെ മാർഗം കാണിക്കൂ ഈ വഴിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കൊച്ചു പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم. പ്രിയപ്പെട്ട നാട്ടുകാരെ, MSM ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി MSM ബാലവേദി വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ പദയാത്രയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നാം ഉണരുക നമ്മുടെ കുഞ്ഞുങ്ങൾ ആപത്തിന്റെ വക്കത്ത് എന്ന സന്ദേശവുമായി MSM കുറ്റിച്ചർ ഡിവിഷൻ ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ കുറ്റിച്ചർ മേഖലാ ലഹരി വിരുദ്ധ പദയാത്രയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നാം ഉണരുക നമ്മുടെ കുഞ്ഞുങ്ങൾ ആപത്തിന്റെ വക്കത്ത് എന്ന സന്ദേശവുമായി MSM കുറ്റിച്ചർ ഡിവിഷൻ ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ കുറ്റിച്ചർ മേഖലാ ലഹരി വിരുദ്ധ പദയാത്രയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മുടെ മുസ്ലിങ്ങൾ തിങ്ങി നിൽക്കുന്ന ഈ പ്രദേശത്തെ ധാരാളം പള്ളികളും പിന്നെ ധാരാളം മതസംഘടനകളും പിന്നെ ദിവസവും മതപ്രഭാഷണവും എല്ലാമുള്ള ഈ സമൂഹത്തിൽ ഇപ്പോഴും ലഹരി ഉപയോഗിക്കുന്ന പല മനുഷ്യന്മാരും ഞങ്ങളിലുണ്ട്. എന്നാൽ അതിനൊക്കെ എതിർത്ത് MSM മുജാഹിദ് സ്റ്റുഡന്റ് മൂവ്മെന്റ് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ പദയാത്രയിൽ നിന്നാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. എന്നാൽ അറിവിന്റെയും സാങ്കേതികത്തിന്റെയും തുടച്ചുചാട്ടത്തിൽ നമ്മുടെ മനുഷ്യരാശി ഇന്ന് മായിക ലോകത്താണ്. മൊബൈൽ ഫോണും ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ഇല്ലാത്തവർ ഇന്ന് ചുരുക്കം. പുതിയ അധ്യയന വർഷത്തിലേക്ക് നാം കടക്കുമ്പോൾ നമ്മുടെ കയ്യിൽ, ഓരോരുത്തരുടെയും കയ്യിൽ പുത്തൻ വസ്ത്രങ്ങളും പഠനോപകരണങ്ങളും ഉണ്ട്. എന്നാൽ ഇപ്പോൾ വിദ്യാലയത്തിലേക്ക് പോകുമ്പോൾ നാം പുത്തൻ അറിവുകൾ മാത്രമായിട്ടാണ് നമ്മുടെ വിദ്യാലയത്തിലേക്ക് നാം പോകുന്നത്. അല്ല, തീർച്ചയായും അല്ല. നാം ദിവസവും പത്രമാധ്യമങ്ങളിൽ വായിക്കുന്നത് അത്തരത്തിലുള്ള വാർത്തകളെല്ലാം
മദ്യപിച്ച് ക്ലാസ്സിലേക്ക് കോയിഞ്ഞാടിയിരുന്ന 7ാം ക്ലാസ്സുകാരനും പുകവലിക്കാത്തതിന്റെ പേരിൽ സുഹൃത്തിനെ മർദ്ദിക്കുന്ന 9ാം ക്ലാസ്സുകാരനും പിന്നെ ദിവസം 200 രൂപ വാങ്ങി പാൻ മസാല അകത്താക്കുന്ന 10ാം ക്ലാസ്സുകാരനും ജീവിക്കുന്ന സമൂഹമാണിത്. ഇപ്പോൾ നാം ഓരോരുത്തരും ഇറങ്ങിത്തിരിച്ച് ഈ സമൂഹത്തെ ലേരി ഒഴിവാക്കി ഈ സമൂഹത്തെ നല്ലൊരു സമൂഹമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ പ്രായമുള്ള പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഇതിന് അടിമപ്പെട്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ഈ പറയുന്നത് അങ്ങുദൂരെ ന്യൂയോർക്കിന്റെയും പാരീസിന്റെയും രാത്രികളിൽ കുടിച്ചും മതിച്ചും ആനന്ദം കണ്ടെത്തുന്ന 3 അങ്കിട തെമ്മാടിക്കൂട്ടങ്ങളെ കുറിച്ചല്ല പറയുന്നത്. നമ്മോടൊപ്പം ക്രിക്കറ്റും ഫുട്ബോളും ഒപ്പരം കളിക്കുന്ന, നമ്മോടൊപ്പം സ്കൂളിൽ ക്ലാസ്സിൽ ഒപ്പരം ഇരുന്ന് തമാശകൾ പറയുന്ന നമ്മുടെ സ്വന്തം സുഹൃത്തുക്കൾ തന്നെയാണ് ഇതിന് അടിമപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ വിവരം വെക്കാൻ പ്രായമാവുന്നതിന് മുമ്പേ മൂത്ത സുഹൃത്തുക്കൾ അവയെ ലഹരിയിലേക്ക് അടിമയാക്കി കൊണ്ടുവരുമ്പോൾ അവർ ലഹരിയെ വലുതാക്കി അവർ ജന്മന അവരുടെ മരണം വരെ അവർ അതിനെ വലുതാക്കി തന്നെ കാണിക്കും. പിന്നെ നമ്മോടൊരു സുഹൃത്ത് പറഞ്ഞു, നീ ലഹരിയെ എതിർക്കുക, ലഹരി നിന്റെ ശരീരത്തിന് കേടാണ്, അതുകൊണ്ട് നീ ലഹരിയെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു, നീ പോ, ഞാനിതിന് കൂട്ടി നിൽക്കുമെന്ന് പറഞ്ഞാൽ പരലോകത്ത് വെച്ച് ആ സുഹൃത്തിനോട് ചോദ്യം ചെയ്യപ്പെടുമെന്ന കാര്യം സംശയമില്ല. അല്ലാഹു പറയും, നിനക്കൊരു സ്ഥാനമേ ഉള്ളൂ, പരലോകത്ത് നിനക്കാകെ ഒരു സ്ഥാനമേ ഉള്ളൂ, അത് നരക ശിക്ഷ മാത്രമാണ്. അതിനാൽ നീ നല്ലത് ചെയ്തോടെ എന്ന്. അപ്പോൾ നാം ചിന്തിക്കും, അന്ന് എന്റെ സുഹൃത്ത് പറഞ്ഞപ്പോൾ ഞാൻ തള്ളിക്കളയുന്നതിന് മുൻപ് അത് എന്റെ മനസ്സിലേക്ക് അകറ്റി അതിനെ